നമസ്കാരം, വെൽക്കം ബാക്ക് ടു മാഡ് യുണൈറ്റഡ് ഫുട്ബോൾ. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അക്കരപ്പച്ച എന്നൊരു സംഭവമുണ്ട്. ഇംഗ്ലീഷിൽ അതിന് ദ ഗ്രാസ് ഇസ് ഗ്രീനർ ഓൺ ദി അതർ സൈഡ് എന്ന് പറയും. നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അപ്പുറം ഭാഗം നോക്കുമ്പോൾ അത് കുറച്ചുകൂടെ പച്ചയായിട്ട് തോന്നും. അപ്പം അവിടുത്തെ മേച്ചിൽപ്പുറങ്ങൾ വളരെ ഗ്രീനറാണ്, വളരെ സമ്പൽ സമൃദ്ധമാണ് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ചിലപ്പോൾ സ്ഥിതി യാഥാർത്ഥ്യം അതായിരിക്കില്ല. നമ്മൾ നിൽക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സ്ഥലം. പക്ഷെ നമ്മുടെ കണ്ണുകളിലെ നമുക്ക് മനസ്സിലാകാതെ പോകുന്നു, അല്ലെങ്കിൽ കണ്ണിന്റെ വില തിരിച്ചറിയാതെ പോകുന്നു. അങ്ങനെ അക്കരപ്പച്ച പണിവാളിയ അലജാൻഡ്രോ ഗർനാച്ചോയുടെ കഥയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഈ വീഡിയോയ്ക്ക് നിങ്ങളൊരു ലൈക്ക് തരണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. പിന്നെ നമ്മുടെ ചാനൽ കാണാത്ത നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രിപ്ഷനും കൂടെ തരണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഓൺ ടു ദി ഷോ. അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്നും 2020 മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ അക്കാഡമിയിലെത്തി. അക്കാഡമി യൂത്ത് ടീമിൽ കളിച്ചു. പിന്നെ യൂത്ത് ടീം FA കപ്പ് വിൻ ചെയ്തപ്പോൾ ടീമിന്റെ ഗോൾ സ്കോറർ ആയിരുന്നു ഗർനാച്ചോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഫിഗർ. അങ്ങനെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സീനിയർ ടീമിലേക്ക് എത്തുന്നത്. 2022 ഏപ്രിലാണ് ഡെബ്യൂ ചെയ്യുന്നത്. പിന്നെ അങ്ങോട്ടേക്ക് 22 സീസൺ മുതൽ 24-25 സീസൺ വരെ ഏകദേശം 144 ഗെയിംസ് കളിച്ചു. അതിൻ്റെ അകത്ത് 26 ഗോൾസ് നേടി. ഈ ഒരു ടൈമിൽ തന്നെ കാരബാओ കപ്പും പിന്നെ FA കപ്പും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയിട്ട് ഗർനാച്ചോ നേടിയിട്ടുണ്ടായിരുന്നു. 2022 സീസൺ മുതൽ 24-25 സീസൺ വരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി കളിക്കുമ്പോൾ ഗർനാച്ചോയുടെ ഏജ് എന്ന് പറയുന്നത് വളരെ ചെറിയ ഏജ് ആണ്. ജസ്റ്റ് 17 ഇയേഴ്സ് ഓഫ് ഏജ്. യുണൈറ്റഡ് വിട്ടു പോകുമ്പോൾ 20 കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ആ ഒരു സമയത്താണ് ചെൽസി ടീമിലേക്ക് ഗർനാച്ചോ പോകുന്നത്. ഈ പോകുന്നതിന് പിന്നിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കോച്ചുമായിട്ടുള്ള ഇഷ്യൂസ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ലാസ്റ്റ് സീസണിൽ തന്നെ ഈ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഇടയ്ക്ക് വെച്ചിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസുമായിട്ട് ചെറിയ ഇഷ്യൂ ആയി. ഫാൻസിന്റെ അവരുടെ എന്തോ കമന്റ്സ് ഇഷ്ടപ്പെടാതെ വന്നു. പിന്നെ അതിനുശേഷം അടുത്ത കളിയിൽ ലെസ്റ്ററുമായിട്ട് കളിച്ച് ഗോൾ അടിച്ചിട്ട് സെലിബ്രേഷൻ ഒന്നും ചെയ്തില്ല. അപ്പോഴത്തേന് പിന്നെ ബ്രൂണോ വന്നിട്ട് കുറച്ച് എന്തൊക്കെയോ പറഞ്ഞ് ഇയാളെ വിലക്കുകയുണ്ടായി. അങ്ങനത്തെ തുടങ്ങുന്നു കുറേ പ്രശ്നങ്ങൾ ടീമിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ മേജർ ആയിട്ടുള്ള ഇഷ്യൂ വന്നതെന്ന് പറഞ്ഞാൽ യൂറോപ്പ കപ്പ് ഫൈനലിൽ അമറും ഗർനാച്ചോനെ ബെഞ്ചിലിരുത്തി. ഏകദേശം 20 മിനിറ്റ്സ് മാത്രം ബാക്കിയുള്ള സമയത്താണ് സെക്കൻഡ് ഹാഫിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറങ്ങിയത്. അപ്പം അത് തന്നെ ഗർനാച്ചോയുടെ നമ്മുടെ ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് രൂക്ഷമായിട്ട് ടീം വിട്ട് പോകാനായിട്ടുള്ള മെയിൻ കാരണമായി. അത് കഴിഞ്ഞിട്ട് ഗെയിം കഴിഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ പോയി ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോയിട്ട് ഗർനാച്ചോയും പിന്നെ ഗർനാച്ചോയുടെ ബ്രദറും ഉണ്ട്. ഈ ഇഷ്യൂ ഒക്കെ കൂടുതൽ ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ബ്രദറിന്റെ രീതിയിൽ തന്നെയാണ്. അപ്പം അവർ പോയിട്ട് ഇതിനകത്ത് പോസ്റ്റ് ഇട്ടു, സെയിങ് ദാറ്റ് ലൈക്ക് ഇതിന് മുമ്പുള്ള കളികളിലൊക്കെ ഞാൻ കുറേ ഇത് കളിച്ചു, ഫൈനലിൽ 20 മിനിറ്റ്സ് മാത്രമേ കളിക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പോസ്റ്റ് ഇട്ടു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു പ്രശ്നം രൂക്ഷമാകുന്നതും ഗർനാച്ചോ ടീം വിട്ട് പോകുന്നതും. അപ്പം ഈ ഒരു കാര്യത്തിൽ ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അമറും ടീമിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഒരു പ്രോപ്പർ സ്ട്രക്ചർ കൊണ്ടുവന്നു. അതായത് ഒരു എൻറ്റൈറ്റിൽമെന്റിനെ കുറിച്ചിട്ട് പറഞ്ഞായിരുന്നു. അതായത് അവകാശവാദം. ഈ പ്ലെയേഴ്സിനൊക്കെ പ്രത്യേകിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ അക്കാഡമിയിൽ നിന്നൊക്കെ വന്ന് ഇവിടെ ടീമിലേക്ക് കയറി പറ്റുന്ന താരങ്ങൾക്കുള്ള ഒരു പ്രശ്നമാണ് ഈ എൻറ്റൈറ്റിൽമെന്റ്. ഞങ്ങൾക്ക് കളിച്ചേ പറ്റൂ, അത് ഞങ്ങളുടെ അവകാശമാണ് എന്ന് പറയുന്നുള്ള രീതി. പക്ഷേ കോച്ച് എന്ന നിലയിൽ അമറും ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് എൻറ്റൈറ്റിൽമെന്റ്. യു ഹാവ് ടു ഫൈറ്റ് ഫോർ എ പ്ലേസ്. അല്ലാതെ നിങ്ങളിവിടെ ഉള്ള ആൾക്കാരാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ടീമിൽ സ്ഥാനം തരും എന്നുള്ള ഒരു രീതിയിലുള്ള ഗ്യാരണ്ടിയും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഗർനാച്ചോനെയും പിന്നെ റാഷ്വേർഡിനെയൊക്കെ പുറത്തിരുത്തി അമറും കളിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പം അമറുമിന്റെ ആ ഒരു സ്ട്രക്ചറിലൂടെ ഒത്തിരി അധികം ഈ എന്താ പറയുക നമ്മുടെ കുലംകുത്തികൾ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പ്ലെയേഴ്സിനെ നമുക്ക് എടുത്ത് കളയേണ്ടി വന്നു. കാരണം അവരെന്ന് പറഞ്ഞാൽ ക്യാൻസർ ആയിരുന്നു. നമ്മൾ ഈ ക്യാൻസർ സെൽസ് എടുത്ത് കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞില്ലെങ്കിൽ അത് ടീമിലേക്ക് പടരും. അപ്പം അങ്ങനത്തെ ഒരു കാരണം കൊണ്ട് അമറും അത് ചെയ്തു. ഗർനാച്ചോ പോയി, റാഷ്വേർഡ് പോയി, പിന്നെ സാൻജോ പോയി, പിന്നെ ആന്റണി. ഇതണക്കത്തുള്ള ഒരു ഡെഡ് വുഡിനെ തന്നെ മൊത്തത്തിലെടുത്ത് മാറ്റിക്കഴിഞ്ഞതപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആ ഒരു സ്ട്രക്ചറിൽ മാറ്റം വന്നു. ആൻഡ് ഓൾസോ ദാറ്റ് ഹാസ് ഇമ്പാക്റ്റഡ് ദ കൾച്ചർ. ഫാൻസിന്റെ ഇടയ്ക്കാണെങ്കിലും ആ പഴയ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കൾച്ചർ തിരിച്ചു വന്നു. ഡ്രസ്സിംഗ് റൂമിലാണെങ്കിൽ അൺറസ്റ്റ് ഒന്നുമില്ല. മറ്റേന്ന് പറഞ്ഞാൽ ടീം ന്യൂസ് അതൊക്കെ ലീക്ക് ആവുന്നു. അങ്ങനെ പല സിറ്റുവേഷൻസും നമ്മുടെ ഇടയിലേക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് അവസാനം വന്നു. അത് തന്നെയാണ് അമറും നമ്മുടെ ടീമിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
അങ്ങനെ ഗാർനാച്ചോ ടീം വിട്ട് പോയി ചെൽസിയിലെത്തി. വലിയ രീതിയിലുള്ള സ്വീകരണവും കാര്യങ്ങളൊക്കെയാണ് അവിടെ ലഭിച്ചത്. പക്ഷെ ഗാർനാച്ചോ എന്തായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ പുറകോട്ട് വലിച്ച ആ ഫാക്ടേഴ്സ്, ആ സെയിം ഫാക്ടേഴ്സ് കാരണത്താൽ അവിടെ ഒരു മെയിൻ ടീമിൽ സ്റ്റാർട്ടിംഗ് 11 സ്ഥാനം ഉറപ്പിക്കാനായിട്ട് ഇതുവരെയ്ക്കും ഗാർനാച്ചോന് സാധിച്ചിട്ടില്ല. അതിപ്പം കഴിഞ്ഞ മാനേജറിന്റെ അണ്ടറിലായാലും മറസ്കയുടെ അണ്ടറിലായാലും ഇപ്പോൾ ലിയാം റോസ്നിയറിന്റെ അണ്ടറിലായാലും ആ ഒരു ഓപ്പണിംഗ് 11 ഒരു സ്ഥാനം ഉറപ്പിക്കാനായിട്ട് ഇതുവരെയ്ക്കും ഗാർനാച്ചോന് സാധിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ 8 ഗെയിംസിൽ റോസ്നിയറിന്റെ ഇതിൽ 5 ഗെയിംസിലും ഇറക്കാത്ത സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് തന്നെയാണ് അവിടെ ടീമിലേക്ക് വെച്ചിരുന്നത്. ആകെ 3 കളിയിൽ മാത്രമേ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറങ്ങിയിട്ടുള്ളൂ. ബാക്കിയുള്ള 5 ഗെയിംസിൽ എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് മാത്രം, ബട്ട് ഹി ഡിഡ് നോട്ട് പ്ലേ. അപ്പോൾ അതൊന്നും മനസ്സിലാക്കാം. ഇവർക്ക് ഗാർനാച്ചോ എന്നുള്ളൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ ദേ ഡോണ്ട് തിങ്ക് ഹീ ഈസ് വാട്ട് ഹീ തിങ്സ് ഹീ ഈസ്. അവൻ്റെ വിചാരം എന്ന് പറഞ്ഞാൽ ഹീസ് റൊണാൾഡോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ഒരു ലെവലാണ്, ഹൈ ലെവലാണ്. ഞാൻ എന്തോ ഒരു സംഭവമാണ്, അഹങ്കാരം, അങ്ങനത്തെ ഉള്ള ഒരു നേച്ചർ കീപ്പ് ചെയ്തിട്ടാണ് ഇവൻ്റെ ഒരു രീതി. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കിട്ടിക്കൊണ്ടിരുന്ന അവസരങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അത് 3 വർഷത്തിൽ 144 ഗെയിംസ് കളിക്കാനായിട്ടുള്ള ഒരു അവസരം, അതും ഒരു 17 വയസ്സ് നിന്ന് തുടങ്ങുന്ന ഒരു താരത്തിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഹി ഹാഡ് എവറിത്തിങ് ഹിയർ. നമ്മൾ അതിനുള്ള അവസരങ്ങളെല്ലാം കൊടുത്തു. അപ്പോൾ സം ഗെയിംസ് യു വിൽ ഹാവ് ടു സിറ്റ് ഔട്ട്. അല്ലാതെ കളിക്കുന്ന 100% ഗെയിംസിലും മൊത്തം കളിക്കും എന്ന് പറയാൻ മാത്രം ഇവൻ അങ്ങനത്തെ ലേബിളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇവൻ ഒരു നോർമൽ പ്ലെയർ തന്നെയാണ്. ഇവിടെ ഇതാണ് ബേസ്. അപ്പം പലപ്പോഴും മറന്നു പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, അല്ലെങ്കിൽ നമുക്കൊരു ഇപ്പം ഫോർ എക്സാമ്പിൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു വേൾഡിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ടീംസ് ആണ്, അല്ലെങ്കിൽ ഒരു ലേബിളാണ്, ഒരു ബ്രാൻഡ് നെയിമാണ്. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ കളിക്കുക എന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ മെഗാ ഓപ്പർച്യൂണിറ്റി. എല്ലാവർക്കും കിട്ടാത്ത കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കളഞ്ഞു കുളിച്ചിട്ട് അക്കരെ പച്ച എന്നുള്ള ലെവലിലേക്ക് പോകുമ്പോൾ യു ഡു നോട്ട് നോ വാട്ട് യു മിസ്. ഈ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയത്തില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിട്ടുപോയി അവിടുത്തെ ബെഞ്ച് നിരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബെഞ്ച് നിരങ്ങുന്നതിൻ്റെ കാര്യത്തിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് ബെഞ്ചിൽ ഒരു സീറ്റ് പോലും ഉറപ്പിക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയാണ്. അവിടെ ഇരിക്കുമ്പോൾ വേറെ ഒരു പ്ലെയർ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് എണീറ്റ് പോകുമ്പോൾ ആ പൊസിഷനിൽ പോയിട്ട് ബെഞ്ചിൽ ഇരിക്കുന്നു. എന്നിട്ട് വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞിട്ട് ഒരുത്തൻ കളി കഴിഞ്ഞിട്ട് വന്ന് വരുമ്പോൾ അവൻ്റെ സ്ഥാനത്തിന് വേണ്ടിയിട്ട് ആ ഇരിക്കുന്ന ചെയറിൽ നിന്ന് മാറി വേറെ ചെയറിലോട്ട് പോയിരിക്കേണ്ട അവസ്ഥയാണ് ഗാർനാച്ചോയ്ക്ക് വരുന്നത്. സോ ഒന്ന് ആലോചിച്ച് നോക്കിയേ എവിടെ എത്തിക്കിടക്കുന്ന കാര്യങ്ങൾ. മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ പ്ലെയർ പവർ ഇറയിൽ നിന്നും ചെൽസിയുടെ ബെഞ്ചിലേക്ക് അവിടെ പോയിട്ട് ഒരു വാക്ക് മുരിയാടാതെ അവിടെ ഇരിക്കേണ്ട അവസ്ഥയിലെത്തി. അങ്ങനെ ഇതിനകത്ത് മനസ്സിലാകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവന് ഇപ്പം റിയാലിറ്റി ഹിറ്റ് ചെയ്തു. ചെൽസി എന്നുള്ള എക്സ്പെൻസീവ് കുളത്തിൽ വെറും നെത്തോലി മാത്രമാണ് ഗാർനാച്ചോ. എനിക്കപ്പോൾ ഇതിൽ നിന്ന് പറയാനായിട്ടുള്ള കാര്യം എന്ന് വെച്ചിരുന്നാൽ ഇത് ഒരു പാഠമാണ്. അതിനിപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഇനി വരുന്ന തലമുറയ്ക്ക് ഇതൊരു വ്യക്തമായിട്ടുള്ള ഒരു പാഠം തന്നെയാണ്. കാരണം യു ആർ നോട്ട് എൻറ്റൈറ്റിൽഡ് ടു പ്ലേ എവറി ഗെയിം ഫോർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അങ്ങനെ ആർക്കും തീരെഴുതി കൊടുത്തിട്ടൊന്നുമില്ല. നിങ്ങളുടെ പെർഫോമൻസ് അത് തന്നെയായിരിക്കും ഇവിടെ നിങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുന്നത്. മോശം പെർഫോമൻസ് കാണിച്ചു കഴിഞ്ഞാൽ ടീമിൻ്റെ പുറത്തിരിക്കും. അല്ലാതെ നിങ്ങൾ തോന്നുന്നത് കളിക്കും പക്ഷെ ടീമിൽ തന്നെ വേണം എന്ന് പറയാൻ മാത്രം ഇത് ആർക്കും വേണ്ടിയിട്ട് എഴുതി കൊടുത്തിട്ടുള്ള ഒരു സ്വത്തൊന്നുമല്ല. സോ ഈ ഒരു കാരണത്താൽ ഇനി അങ്ങോട്ടുള്ള പുതിയ തലമുറ അവർക്കൊരു പാഠം തന്നെയാണ് ഗാർനാച്ചോ. ബിക്കോസ് യു ഹാവ് ടു ഫൈറ്റ് ഫോർ യുവർ പ്ലേസ്. കോബി മെയ്നോവും ചെയ്തത് അത് തന്നെയാണ്. ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ട് എമർബിൻ അണ്ടറിൽ കളിക്കാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോഴും ഹി വാണ്ടഡ് ടു പ്ലേ. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഇപ്പം മാന്യുവിന് വേണ്ടിയിട്ട് തന്നെ കളിക്കാനായിട്ടാണ് ഏറ്റവും ആഗ്രഹിച്ചത്. പക്ഷേ മാന്യുവിൽ ചാൻസ് കിട്ടുന്നില്ലെങ്കിൽ ലെറ്റ് മീ ഗോ ഔട്ട് ആൻഡ് പ്ലേ എന്നുള്ളൊരു രീതിയിൽ നിന്ന്, അല്ലാതെ സോഷ്യൽ മീഡിയയിൽ പോയിട്ട് അതും ഇതൊക്കെ എഴുതി ടീമിനെതിരെയും മാനേജറിനെതിരെ എഴുതിയിട്ടൊന്നും ഒരു പ്രശ്നവും കോബിമേനും ഉണ്ടാക്കില്ല. ഈ ഷോഡ് ഹിസ് ഡിസയർ ടു പ്ലേ ദ ഗെയിം. അപ്പോൾ ഇനി അടുത്തുള്ള തലമുറയ്ക്ക് ഇതൊരു പാഠം തന്നെയായിരിക്കും. ദേ ഷുഡ് അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾ ഇത് കണക്ക് മാനേജ്മെന്റിനെതിരെയോ അല്ലെങ്കിൽ നിങ്ങൾ കളിക്കാതിരുന്നിട്ട് ഒരു എൻറ്റൈറ്റിൽമെന്റിന് വേണ്ടി ഇത് കണക്ക് ടീമിൽ സ്ഥാനം വേണം എന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ യു വിൽ ബി ഡെഫിനറ്റ്ലി ഔട്ട്. ആൻഡ് ദെൻ ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ അത് വിഷമിക്കും. പിന്നീട് അങ്ങോട്ടേക്ക് ഉറപ്പായിട്ടും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നുള്ളൊരു ടീമിന് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു എന്താ പറയുക, ഒരു സ്കാർ നിങ്ങളുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കും. അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനായിട്ടുള്ള കാര്യം ഇത് മാത്രമാണ്. അക്കരെ പച്ച എന്ന നിലയ്ക്ക് നോക്കി നിന്നിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമിനെ തള്ളിപ്പറഞ്ഞ് അതിൽ നിന്നും പുറത്തു പോയ ഗാർനാച്ചോ അത് എല്ലാവർക്കും ഒരു പാഠം തന്നെ ആയിരിക്കും. ആൻഡ് ഓൾസോ ഫുട്ബോൾ എന്നുള്ളതെന്ന് പറഞ്ഞാൽ ഒരു മാന്ത്രിക ജാലകമാണ്. ഓക്കെ, ഇപ്പം അതിന് ഒരു പ്രത്യേകതയുണ്ട്. ഏത് ഒരു അഹങ്കാരിയായിട്ടുള്ളൊരു വ്യക്തിനെ എന്താ പറയുക ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ നിന്ന് വലിച്ച് താഴെ
എടുത്ത് ഗ്രൗണ്ട് ലെവലിൽ ഇടാനായിട്ട് പാഠം പഠിപ്പിക്കാനായിട്ടുള്ള ഇത് ഫുട്ബോൾ എന്നുള്ളൊരു മാന്ത്രികതയ്ക്കുണ്ട്. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഇത് തന്നെയാണ് ഗാർനാച്ചോ പഠിപ്പിക്കുന്ന പാഠവും. മേ ബി ഇതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ഹി മൈറ്റ് ഇംപ്രൂവ്, അല്ലെങ്കിൽ ചിലപ്പോൾ വേറൊരു ടീമിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. ഞാൻ കേൾക്കുന്ന പറഞ്ഞാൽ ഹീസ് പുട്ട് ഇൻ ടു ദ ട്രാൻസ്ഫർ ലിസ്റ്റ് എന്നാണ്. കാരണം അവർക്ക് ഈ വിങ്ങേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ചറവറ കിടക്കുവാണ് ചെൽസിക്ക്. സോ ഒരു ലെവലിലേക്ക് അവർക്ക് തോന്നിയിട്ടില്ലെങ്കിൽ ദേ വുഡ് ഡെഫിനറ്റ്ലി സെല്ലും. മേ ബി അടുത്ത സമ്മറൊക്കെ ആകുമ്പോൾ ഹി മൈറ്റ് ബി മൂവിങ് ഔട്ട് ടു സം അതർ ടീം. കഴിഞ്ഞ സീസണിൽ ബയൺ മ്യൂണിക്കിന്റെ ഓഫർ കിടന്നതാണ് ഗാർനാച്ചോയ്ക്ക്. അന്ന് ആ ഓഫറൊന്നും വേണ്ട, എനിക്ക് ചെൽസിയിൽ പോകണം, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കാണിച്ചു കൊടുക്കണം ഞാൻ എന്താണ് എന്നുള്ളൊരു അഹങ്കാരം വെച്ചിട്ടിരുന്നിട്ട് ഇതിൽ നിന്നും എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യമുള്ളൂ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ, 2-4 ദിനം കൊണ്ട് ഒരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ടേക്ക് കെയർ, ബൈ.